ധനം ഒരിക്കലും നമുക്ക് നഷ്ടമാകാതെ നമ്മുടെ ധനം പലപ്പോഴും നമ്മോട് പറയും, ആളുകൾ പറയും, ശൈത്താൻ പറയും കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന്. ഇസ്ലാം പറയുന്നത് നിന്റെ ധനം അന്യാധീനപ്പെട്ടു പോകാൻ, അത് മോഷ്ടിക്കപ്പെട്ടു പോകാതിരിക്കാൻ, അത് നീ വിചാരിക്കാത്ത വഴിയിലൂടെ അതിന്റെ ബറക്കത്ത് ചോർന്ന് നഷ്ടപ്പെടാതെയാകാൻ, നിന്റെ ധനത്തിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുവാൻ, അതുപോലെ തന്നെ അതിന്റെ വളർച്ചയും പുരോഗതിയും നിന്റെ ധനത്തിൽ അടിക്കടി വർദ്ധിക്കുവാനൊക്കെ സകാത്താണ് നിനക്ക് കാരണമാവുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദഇഫൂൻ. നിങ്ങൾ സകാത്തിൽ നിന്ന് എന്തൊന്ന് കൊടുത്തു വീട്ടുന്നുവോ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലാക്കാക്കിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ സകാത്ത് കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടികളായിക്കൊണ്ട് തിരിച്ചു നൽകപ്പെടുന്ന മുതലാണത് എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ സത്യം ചെയ്ത് നിങ്ങളോടൊരു ഹദീസ് പറയട്ടെ, നിങ്ങളത് മനഃപ്പാഠമാക്കി വെച്ചോളൂ. മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ. ഒരടിമയുടെയും സമ്പത്തിൽ നിന്ന് സദഖ കൊടുത്തതുകൊണ്ട്, സകാത്ത് കൊടുത്തതുകൊണ്ട് ഒരൽപ്പമെങ്കിലും കമ്മിയാകും, കുറഞ്ഞു പോകും എന്ന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട രൂപത്തിലുള്ള പ്രയോജനവും നമുക്ക് നിലനിൽക്കുന്നത് നമ്മുടെ നിർബന്ധദാനമായ സകാത്തിലൂടെയും ഐച്ഛിക ധർമ്മങ്ങളായ സദഖകളിലൂടെയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ റിക്കാർഡ് കാണുമ്പോൾ സന്തോഷിക്കാൻ നിമിത്തമാകണമെങ്കിൽ സകാത്തും സദഖകളും കൊടുത്തേ പറ്റൂ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ. ഓരോ മനുഷ്യനും അവിടെ നാളെ പരലോകത്ത് താൻ ചെയ്തിട്ടുള്ള ഖൈറുകളെ തന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ റിക്കാർഡുകളായി കാണുമ്പോൾ അവന് സന്തോഷിക്കുവാൻ നിമിത്തമാകണമെങ്കിൽ ഈ മേഖലയിൽ അവൻ ശ്രദ്ധിച്ചേ പറ്റൂ.